മോട്ടിക്കാന്. നമ്മൾ 18 ദിവസം എന്നെ കൊണ്ട് മയക്കിയിട്ടില്ല. 18 ദിവസം നമ്മൾ എന്താ ചെയ്യുമെന്ന് ആർക്കറിയാം. 18 ദിവസം ബോധം കെടുത്തിയിട്ട് നമ്മളെ ഇവൻ ബിജുപി എന്ന് പറയുന്ന പന്ന ക്രിമിനൽ അവൻ എന്നെ 18 ദിവസം കൊണ്ടുവന്ന് ബോധം കെടുത്തിയിട്ടുള്ളത്. നിന്റെ അമ്മ ആശുപത്രി കിടക്കുന്നു വാടിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. നിന്റെ അമ്മ അങ്ങനത്തെ ജോസോ ആശുപത്രി എന്ന് പറയുന്ന കുറെ അവിടുത്തെ ഒരു ക്രിമിനൽ അനിലെന്ന് പറയുന്ന അവനും കൂടെ കൂടി എന്റെ അമ്മയെന്നെ തടച്ചിട്ട് ആഴ്ച ഇങ്ങനെ പല പല ക്രിമിനൽ ആക്ടിവിറ്റി ഇവന്മാർ ചെയ്തോണ്ടിരിക്കുന്നത്. പല പല വേദനകളാണ് ഇവന്മാർക്ക്. കേരളത്തിൽ മെഡിക്കൽ മാഫിയയുടെ അഴിഞ്ഞാട്ടമാ. മെഡിക്കൽ മാഫിയയുടെ അഴിഞ്ഞാട്ടം. നമ്മുടെ യൂട്യൂബ് എല്ലാം പിടിച്ചു വെക്കുക, ആരും കാണരുത്. ഹൈഡ് ചെയ്ത് വെക്കുക. ഇവന്മാരൊക്കെ ചീത്ത വിളിക്കുന്നത് ആരും കാണരുത്. ഇവന്മാരുടെ കഥകളൊക്കെ ഇവന്മാർ നമ്മളെ കുറിച്ച് കഥകളുണ്ടാക്കുക. ദിവസം പ്രതിയാണ് നമ്മളെ കുറിച്ച് കഥകളുണ്ടാക്കുന്നത്. കള്ള കഥകള്. ഇപ്പൊ രാമൂട്ടി വെച്ചനെ വെച്ചിട്ടുണ്ട്. അവനിങ്ങനെ ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ട് ചെവി വെച്ചിങ്ങനെ ഇരിക്കുക. ഇന്നലെ വരെ ഒരു മൂപ്പരായിരുന്നു അവിടെ, ഭാർഗവൻ മൂപ്പര്. അവരെയുള്ള മൂപ്പരാ കൂട്ടിക്കൊണ്ട് പോകുന്നത് വരുന്നതും എല്ലാം. ഇന്ന് നോക്കുമ്പോൾ ഒരുത്തനിങ്ങനെ നിന്ന് തൂക്കുന്നു. അവന്റെ ചെവിയിൽ ഇങ്ങനെ ഇതുകൊണ്ട് ബ്ലൂടൂത്തും എല്ലാം വെച്ചേണ്ടതല്ല. ഇതെങ്ങനെ അടിക്കുക നമ്മളെ ഇങ്ങനെ അടിച്ചു കൊല്ലുക. നമ്മൾ തലയിലോട്ട് അടിക്കുക. നമുക്ക് നമ്മുടെ നേർവ്സ് ഒക്കെ വല്ലാതാക്കാൻ നോക്കുക. അങ്ങനെ പല പല വേദനകളാ. EMF ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി നമ്മുടെ മണ്ടയ്ക്കോട്ട് ഭയങ്കര ചൂടും സ്റ്റീമും നമ്മുടെ ബ്രെയിനൊക്കെ കുക്ക് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഒറ്റ നിമിഷം കൊണ്ടാണ് നമ്മൾക്ക് എന്തോ പോലെ വരുന്നത്. ഒറ്റ നിമിഷം ഇത് അടിക്കുമ്പോഴത്തേക്ക് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ കൊല്ലാൻ നോക്കുന്നു. ആ രാജമ്മ എന്ന് പറയുന്ന കണ്ണി മുതുകണ്ണി അവിടെ കണ്ടവൻ ആണുങ്ങളെല്ലാം ഒരു ഓട്സ് കഞ്ഞിയും വയറ്റ് കുടിച്ചോണ്ട് ഇവിടെ തെക്കേ വശത്ത് വന്നിരുന്നുള്ള ആണുങ്ങളെല്ലാം കയറ്റി വെക്കുകയായിരുന്നു അവിടെ ജോലി. ഒരു ഓട്സ് കഞ്ഞി കാച്ചി കുടിച്ചിട്ട് അവിടെ തെക്കേ വശത്ത് വന്നിരിക്കുക. എന്റെ അമ്മ ഉറങ്ങി കിടക്കുക. എന്റെ അമ്മ ഇതുപോലെ ഉറക്കും. അവിടെ ഇങ്ങനെ ഉറങ്ങി കിടക്കും. ഇവിടെ ഇങ്ങനെ കണ്ട ആണുങ്ങളെല്ലാം തെക്കേ വശത്ത് ഇവിടെ കയറ്റി വെച്ചിരുന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ ജോലി. അവിടെ ഇപ്പൊ അവിടെ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക രാജമ്മ എന്ന് പറയുന്ന കണ്ണി. ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ 5.5 ഏക്കർ വസ്തുവാ ബാങ്കിലൊക്കെ വെച്ച് ഏതാണ്ടെല്ലാം ഇതാക്കിയ ഇൻഷുറൻസ് ഒക്കെ എത്തിയിരിക്കുന്ന 2 പൈസയാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഇൻഷുറൻസ് തട്ടിയെത്തിക്കുന്ന 5.5 ഏക്കർ ഇങ്ങനെ ബാങ്കിലൊക്കെ വെച്ച് ബാങ്ക് കൊണ്ടുപോയെന്നൊക്കെ വരുത്തി തീർക്കാൻ ഡബിൾ പൈസയുമായി തിരിച്ചേക്കും. അവൻ ആരുടെ പേരിലാക്കിയിട്ടുണ്ട്. എന്റെ 66 പവനാ എനിക്ക് അവൻ തരാനുള്ളത്. ആ കള്ളൻ എന്റെ 66 പവൻ നശിപ്പിച്ചവൻ. എന്റെ 66 പവനാ എനിക്ക് തരാനുള്ളവൻ. ഇങ്ങനെ നടക്കുക അവൻ. ക്രിമിനൽ ഇതുപോലെ ക്രിമിനലില്ല. അവന്റെ കൂടെ ഒരു രതീഷ് എന്നൊക്കെ പറയുന്ന വക്കീലിനെ ഇതുപോലെ എന്തുവാ ഹണി ട്രാപ്പുകാരനായിരുന്നു അവൻ. അവനൊരു പെണ്ണിനെ ഇതുപോലെ ഇതാക്കി ഹൈക്കോടതിയിലൊക്കെ വന്നത്. അവന്റെ പേര് രതീഷ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ കായക്കാട് കോടതിയില്. രതീഷ് എന്നാണ് അവന്റെ പേര്. ഒരു പെണ്ണിനെയൊക്കെ ഇതുപോലെ കൊണ്ട് നടന്ന് കുറെ അവന്മാർ അവളെ കൊണ്ട് നടന്നതാണ് കായക്കാട് കോടതിയില്. കുറെ അവന്മാര് വക്കീലന്മാരെല്ലാം കൂടെ അവളെ കൊണ്ട് നടന്നേച്ച് മനു പാർത്തനോ അച്ഛേ പാർത്തനോ കൂർത്തനോ എല്ലാം കൂടെ കൊണ്ട് ഇവന്മാരെല്ലാം കൂടെ കൊണ്ട് നടന്നേച്ച് അവസാനം അവള് വക്കീൽ ഓഫീസിൽ വന്നേച്ച് തലയിലോട്ട് മണ്ണെണ്ണ വയ്ക്കാൻ എടുത്തപ്പോഴത്തേന് ആരാണ്ട് കാണുവോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് പിന്നെ കേസായി വഴക്കായി. പിന്നെന്താ ഹൈക്കോടതിയിൽ പോയി റേപ്പ് പിന്നെ റേപ്പ് അല്ലാതാക്കി വാദിച്ചങ്ങനൊക്കെ എന്തെല്ലാം നടന്ന് അവനെ ഒളിവിലായിരുന്നു. അവൻ ഒളിവില് ഫോണുമെല്ലാം ഇതുപോലെ ഓഫ് ചെയ്തവൻ ഒളിവിലായിരുന്നു. ഒളിവിൽ നടക്കുകയായിരുന്നു രതീഷ്. ഇവിടെ വളഞ്ഞ നടക്കാവില്ല. അവന്റെ അച്ഛനൊരു കടയുണ്ട് ടൈലറിംഗ് ഷോപ്പും ഡ്രൈ ക്ലീനിങ്ങും ഒക്കെ. അനിൽ ടൈലേഴ്സ്. അവന്റെ മോനാ രതീഷ് എന്ന് പറയുന്നവൻ. ഇവന്റെ ഇവന്മാരിങ്ങനെ നടക്കുക. പെണ്ണുപിടി കടകളും മറ്റേ കടകളും ഉണ്ടാക്കി ഇങ്ങനെ പെണ്ണുപിടി കടകളും മറ്റേ കടകളും ഉണ്ടാക്കി നടക്കുക. ബിജുപി എന്ന് പറയുന്ന ഈ കള്ളൻ.